ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്ന ഒരു കഥയുണ്ട്. ആകാശത്ത് മാത്രം വസിക്കുന്ന ഒരു പക്ഷിയുണ്ടത്രേ. ഹോമപക്ഷി എന്നാണ് അതിൻ്റെ പേര്. ആകാശത്ത് വെച്ച് തന്നെ അത് മുട്ടയിടുന്നു. മുട്ട ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കും. താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വിരിയുകയും ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞും താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ കുഞ്ഞ് മെല്ലെ കണ്ണുകൾ തുറക്കുന്നു. ഭൂമിയോട് അടുത്തടുത്ത് വരുമ്പോൾ അതിന് ബോധവും ലഭിക്കുന്നു. മണ്ണിൽ ചെന്ന് തട്ടിയാൽ താൻ തകർന്നു പോകുമെന്ന് കുഞ്ഞിന് തിരിച്ചറിവുണ്ടാകുന്നു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അത് ചിറകുകൾ വിരിക്കുന്നു. അങ്ങ് ദൂരെ ഉയരത്തിലുള്ള ആകാശത്തിൽ സ്വതന്ത്രമായി പറക്കുന്ന അമ്മയെ കുഞ്ഞ് കാണാനിടയാകുന്നു. അവിടെയാണ് തൻ്റെ അഭയമെന്ന് അത് തിരിച്ചറിയുന്നു. ഇനി വേറൊരു ദിക്കിലേക്കും അത് നോക്കില്ല. അമ്മയെ മാത്രം ലക്ഷ്യമാക്കി അത് മുകളിലേക്ക് ചിറകടിച്ചുയരുന്നു, എല്ലാ ഭൂഗുരുത്വ ബലങ്ങളെയും അതിജീവിച്ചുകൊണ്ട്. എല്ലാ മനുഷ്യരുടെയും സംക്ഷിപ്തമായ ജീവിത ചിത്രമാണ് ഈ കഥ. അമ്മയിൽ നിന്നുള്ള ആദ്യത്തെ പതനമാണ് പറുദീസ നഷ്ടം. അതെല്ലാവർക്കും ഒരുപോലെ തന്നെ. ഒടുവിലുള്ള ചിറകടിച്ചുയരലാണ് ആത്യന്തികമായ സ്വാതന്ത്ര്യം. വളരെ കുറച്ചുപേർ മാത്രം അത് തിരഞ്ഞെടുക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പും അവരാണ്. താഴേക്ക് പതിച്ചാൽ താൻ തകർന്നു പോകുമെന്ന തിരിച്ചറിവാണ് ജീവിതം പകർന്നു തരുന്ന ദുഃഖപാഠങ്ങൾ. അഴൽ പോലെ രാജാര്യനില്ല എന്നാണല്ലോ കവിവാക്യം. ദുഃഖം വിവേകമായി മാറുമ്പോൾ നമ്മുടെ ചിറകുകൾ വിടരുന്നു. ആകാശവും അമ്മയും നമ്മെ മാടി വിളിക്കുന്നു. നഷ്ടമായ ആ പറുദീസയിലേക്ക് നാം വീണ്ടും ഉയരുന്നു. ഞാനും നിങ്ങളും വീഴുകയായിരുന്നു. വീണു വരുമ്പോൾ നമുക്കും ചിറകുകൾ കിട്ടി. നോക്കൂ, ഇനി നമുക്ക് പറന്നാൽ മതി. ശുഭദിനം. മൈൻഡ് മാറ്റേഴ്സ്, കൊച്ചി.